ശരീരത്തിലെ 70% കൊഴുപ്പും വാലിലടങ്ങിയിരിക്കുന്ന ജീവി ഏത്? മുതല, ചീങ്കണ്ണി, അരണ, പല്ലി. ശരീരത്തിലെ 70% കൊഴുപ്പും വാലിലടങ്ങിയിരിക്കുന്ന ജീവിയാണ് പല്ലി. രാമായണം ദേശീയ പുസ്തകമായ രാജ്യം ഏത്? ഓസ്ട്രേലിയ, തായ്ലാൻഡ്, നേപ്പാൾ, ചൈന. രാമായണം ദേശീയ പുസ്തകമായ രാജ്യമാണ് തായ്ലാൻഡ്. ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത്? കരൾ, വൃക്ക, ആമാശയം, ഹൃദയം. ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവമാണ് ഹൃദയം. കരളിലെ വിഷവസ്തുവിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് മുള്ളങ്കി, ലിച്ചി, വെണ്ണ, പപ്പായ. കരളിലെ വിഷവസ്തുവിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് മുള്ളങ്കിയാണ്. മനുഷ്യ DNA-യുമായി സാമ്യമുള്ള പഴം ഏത്? സപ്പോട്ട, വാഴപ്പഴം, കിവി, ചെറി. മനുഷ്യൻ്റെ DNA-യുമായി സാമ്യമുള്ള പഴമാണ് വാഴപ്പഴം. ശരീരത്തേക്കാൾ നാക്കിന് നീളമുള്ള ജീവി ഏത്? മരയോന്ത്, ചീങ്കണ്ണി, ഹിപ്പോ, കരടി. ശരീരത്തേക്കാൾ നാക്കിന് നീളമുള്ള ജീവിയാണ് മരയോന്ത്. പകൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏത്? തത്ത, ഗരുഡൻ, കുയിൽ, കാക്ക. പകൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഗരുഡനാണ്. ഹാർട്ട് അറ്റാക്കിന് 50% സാധ്യതയുള്ള എണ്ണ ഏത്? വെളിച്ചെണ്ണ, നല്ലെണ്ണ, പാം ഓയിൽ, കടുകെണ്ണ. ഹാർട്ട് അറ്റാക്കിന് 50% സാധ്യതയുള്ള എണ്ണയാണ് പാം ഓയിൽ. മഴക്കാലത്ത് ഏത് പാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുന്നതാണ് നല്ലത്? അലുമിനിയം, സ്റ്റീൽ, വെള്ളി, നോൺ സ്റ്റിക്ക്. മഴക്കാലത്ത് സ്റ്റീൽ പാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപകട സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഗരുഡൻ, മയിൽ, കാക്ക, പൊന്മാൻ. അപകട സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷിയാണ് കാക്ക. വിമാനയാത്രയിൽ നിരോധിച്ച പഴം ഏത്? കിവി, റംബൂട്ടാൻ, ദുരിയാൻ, മാമ്പഴം. വിമാനയാത്രയിൽ നിരോധിച്ച പഴം ഏത്? ദുരിയാനാണ് ശരിയായ. ഫയർ ബക്കിൻ്റെ പുറത്തുള്ള നിറം ഏത്? ചുവപ്പ്, കറുപ്പ്, നീല, മഞ്ഞ. ഫയർ ബക്കിൻ്റെ പുറത്തുള്ള നിറമാണ് ചുവപ്പ്. മറൈക്കോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്ത്? ലെതർ, ഫോൺ, വീട്, പ്ലാസ്റ്റിക്. മറൈക്കോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ലെതറിനെയാണ്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം ഏത്? കൊറിയ, ഇന്ത്യ, ജപ്പാൻ, ചൈന. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായ ദിവസം? വ്യാഴം, ബുധൻ, ചൊവ്വ, തിങ്കൾ. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായ ദിവസം തിങ്കളാഴ്ചയാണ്. ശരീരനിറം മാറ്റുന്ന പച്ചക്കറി ഏത്? തക്കാളി, വെള്ളരി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. മനുഷ്യ ശരീരത്തിൻ്റെ നിറം മാറ്റുന്ന പച്ചക്കറിയാണ് ക്യാരറ്റ്. ലോകത്തിലെ മലിന നഗരങ്ങളിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? 10ാം സ്ഥാനം, 11ാം സ്ഥാനം, 12ാം സ്ഥാനം, 13ാം സ്ഥാനം. ലോകത്തിലെ മലിന നഗരങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 12 ആണ്. മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവി ഏത്? വവ്വാൽ, കരടി, ആമ, മാൻ. മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവിയാണ് ആമ. അമേരിക്കയിൽ വർഷങ്ങളോളമായി നിരോധിച്ച പഴം ഏത്? തണ്ണിമത്തൻ,
ബ്ലാക്ക് കറന്റ്, ബ്ലൂബെറി, സ്ട്രോബെറി. അമേരിക്കയിൽ വർഷങ്ങളോളം നിരോധിച്ച പഴമാണ് ബ്ലാക്ക് കറന്റ്. കിഡ്നി പ്രശ്നമുള്ളവരിൽ മൂത്രത്തിൻ്റെ നിറം ഏതായിരിക്കും? ഇളം മഞ്ഞ, കടും ഓറഞ്ച്, കടും ബ്രൗൺ, കടും മഞ്ഞ. കിഡ്നി പ്രശ്നമുള്ളവരിൽ മൂത്രത്തിൻ്റെ നിറം കടും ബ്രൗൺ ആയിരിക്കും. ഏറ്റവും ആയുസ് കുറവുള്ള ജീവി ഏത്? മെയ് ഫ്ലൈ, ലേഡി ബഗ്, ഞണ്ട്, മുയൽ. ഏറ്റവും ആയുസ് കുറവുള്ള ജീവിയാണ് മെയ് ഫ്ലൈ. മൂത്രക്കല്ല് വരാൻ സാധ്യതയുള്ള പച്ചക്കറി ഏത്? വെണ്ടയ്ക്ക, വഴുതന, ബീറ്റ്റൂട്ട്, ബീൻസ്. അമിതമായി കഴിച്ചാൽ മൂത്രക്കല്ല് വരാൻ സാധ്യതയുള്ള പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗം? പ്രമേഹം, ക്യാൻസർ, ഷുഗർ, കൊളസ്ട്രോള്. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രമേഹ സാധ്യത കൂടും. അടുക്കളയിലെ ഭക്ഷണത്തിൽ കൂടുതൽ രോഗമുണ്ടാക്കുന്ന ജീവി ഏത്? പല്ലി, കൂറ, ഈച്ച, ഉറുമ്പ്. അടുക്കളയിലെ ഭക്ഷണത്തിൽ കൂടുതൽ രോഗമുണ്ടാക്കുന്ന ജീവി പല്ലിയാണ്. കൃത്രിമ സൂര്യനെ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? റഷ്യ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ. കൃത്രിമ സൂര്യനെ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ബുധൻ, വ്യാഴം, ശനി, ശുക്രൻ. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏത്? സോപാന സംഗീതം, കർണാട്ടിക് സംഗീതം, ലളിത സംഗീതം, പായിപ്പാട്ട് സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. നെതർലാൻഡിൻ്റെ ദേശീയ ചിഹ്നം ഏത്? ഈഗിൾ, ഓർക്കിഡ് മരം, കങ്കാരു, സിംഹം. നെതർലാൻഡിൻ്റെ ദേശീയ ചിഹ്നമാണ് സിംഹം. തേയിലയുടെ ഉപയോഗം ആദ്യമായി കണ്ടുപിടിച്ചത് ആര്? ബ്രിട്ടീഷുകാർ, ഗ്രീക്കുകാർ, ഇന്ത്യക്കാർ, ചൈനക്കാർ. തേയിലയുടെ ഉപയോഗം ആദ്യമായി കണ്ടുപിടിച്ചത് ചൈനക്കാർ ആയിരുന്നു. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സമാധാനം, ഖുർആൻ, നിസ്കാരം, സഹായം. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ചണം, കയർ, പരുത്തി, കശുവണ്ടി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയെയാണ്. യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഏത്? വെനീസ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഉക്രൈൻ. യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഓസ്ട്രേലിയയാണ്. ദക്ഷിണ കൊറിയയുടെ ദേശീയ പുഷ്പം ഏത്? ചെമ്പരത്തിപ്പൂവ്, മുല്ലപ്പൂവ്, താമര, റോസ്. ദക്ഷിണ കൊറിയയുടെ ദേശീയ പുഷ്പം ചെമ്പരത്തിപ്പൂവാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏത്? ലക്ഷദ്വീപ്, ഗോവ, മാലിദ്വീപ്, ആൻഡമാൻ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആര്? ടെസി തോമസ്, റസിയ സുൽത്താന, ഇന്ദിരാഗാന്ധി, ആനി ബസന്റ്. ഇന്ത്യയുടെ മിസൈൽ വനിത ടെസി തോമസ് ആണ്. ആദ്യമായി എൻഡോസൾഫാൻ നിരോധിച്ച രാജ്യം ഏത്? ഫിലിപ്പൈൻസ്, കെനിയ, തുർക്കി, ഭൂട്ടാൻ. ആദ്യമായി എൻഡോസൾഫാൻ നിരോധിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത്? ശിവൻ, മഹാവിഷ്ണു, സരസ്വതി, ഭദ്രകാളി. മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ, പമ്പ, പെരിയാർ,
സിന്ധു. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? കുമരകം, മംഗളവനം, ചൂളന്നൂർ, കടലുണ്ടി. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചതെന്ന്? 2005, 2008, 2010, 2019. കരിമീൻ വർഷമായി ആചരിച്ചത് 2010 ശ്വസന വ്യവസ്ഥയുടെ ക്രമക്കേട് കാരണമുണ്ടാകുന്ന രോഗം ഏത്? മലമ്പനി, ക്യാൻസർ, ന്യൂമോണിയ, ഹൃദ്രോഗം. ന്യൂമോണിയയാണ് ശരിയായ ഉത്തരം. സമുദ്രനിരപ്പിലും താഴ്ന്ന് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏത്? ആലപ്പുഴ, പാലക്കാട്, വയനാട്, കുട്ടനാട്. സമുദ്രനിരപ്പിലും താഴ്ന്ന് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ. ഇന്ത്യക്കാരായ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നതിൽ ഒരാളാണ്? രാജാറാവു, വിക്രം സേത്ത്, ശശി തരൂർ, ശശി ദേശ്പാണ്ഡെ. രാജാറാവു ആണ് ശരിയായ ഉത്തരം. മൈ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവാര്? സുബ്രഹ്മണ്യ ഭാരതി, കുഞ്ഞിരാമൻ നായർ, EK നായനാർ, T വാസുദേവൻ നായർ. EK നായനാരാണ് ശരിയായ ഉത്തരം. മയക്കുമരുന്ന് വിരുദ്ധ ദിനം എന്ന്? നവംബർ 19, സെപ്റ്റംബർ 5, ഒക്ടോബർ 31, ജൂൺ 26 ശരിയായ ഉത്തരം. കടുവയുടെ ആയുസ് ശരാശരി എത്ര വർഷമാണ്? 10 വർഷം, 20 വർഷം, 30 വർഷം, 50 വർഷം. കടുവയുടെ ആയുസ് ശരാശരി 20 വർഷമാണ്. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ന്യൂമോണിയ, ഡെങ്കിപ്പനി, ഗില്ലർബാരി, എലിപ്പനി. ഗില്ലർബാരിയാണ് ശരിയായ ഉത്തരം. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം എവിടെ? മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, കർണാടക. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് കർണാടകയിലാണ്. ഒരു ഹോക്കി പന്തിൻ്റെ ഏകദേശ ഭാരം എത്ര? 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം. ഒരു ഹോക്കി പന്തിൻ്റെ ഏകദേശ ഭാരം 150 ഗ്രാമാണ്. ഗില്ലറ്റിൻ എന്ന മലയാള കഥ എഴുതിയതാര്? KR മീര, സുമംഗല, D വത്സല, വിജയലക്ഷ്മി. ഗില്ലറ്റിൻ എന്ന മലയാള കഥ എഴുതിയത് KR മീരയായിരുന്നു. 2006 വയലാർ അവാർഡിന് അർഹയായ കൃതി ഏത്? ഒരു സങ്കീർത്തനം പോലെ, സാക്ഷ്യങ്ങൾ, അടയാളങ്ങൾ, ഭൈരവൻ്റെ തുടി. അടയാളങ്ങൾ എന്ന കൃതിയായിരുന്നു. ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ, തബല, ചെണ്ട, മൃദംഗം. തബലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുംബൈ നഗരത്തോട് ചേർന്ന് നേവിയുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപ് ഏത്? ചാന്ദിപ്പൂർ, ഓയിസ്റ്റർ ദ്വീപ്, എലിഫൻ്റ ദ്വീപ്, ചൊരാരോ. ഓയിസ്റ്റർ ദ്വീപാണ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 8 ക്യാരറ്റ്, 12 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 32 ക്യാരറ്റ്. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റാണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, സിക്കിം. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോക സംഗീത ദിനം എന്ന്? ജൂൺ 5, ജൂലൈ 15, ഒക്ടോബർ 1, സെപ്റ്റംബർ 5. ലോക സംഗീത ദിനം ലോക സംഗീത ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1 എന്നാണ് ലോക സംഗീത ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ ആര്? ഡച്ചുകാർ, അറബികൾ, ചൈനക്കാർ, പോർച്ചുഗീസുകാർ.
ഇന്ത്യയിൽ കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശികളായിരുന്നു അറബികൾ. ഇന്ത്യയിൽ കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശികളായിരുന്നു അറബികൾ. മിസോറാമിൻ്റെ തലസ്ഥാനം ഏത്? ലാഹോർ, പനാജി, സിംല, ഐസോള്. മിസോറാമിൻ്റെ തലസ്ഥാനമാണ് ഐസോള്. ഐസോളാണ് മിസോറാമിൻ്റെ തലസ്ഥാനം. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈലിൻ്റെ പേരെന്ത്? ബ്രഹ്മോസ്, ധനുഷ്, സാഗരിക, ആസ്ത്ര. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ്. ഒരു ഉൽപ്പന്നം പരിസ്ഥിതി സൗഹൃദം ഉള്ളതാണെന്ന് തെളിയിപ്പിക്കുന്നതിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഏത്? എക്കോ മാർക്ക്, ISI മാർക്ക്, അക്മാർക്ക്, FPI മാർക്ക്. എക്കോ മാർക്കാണ് ശരിയായ ഉത്തരം. എക്കോ മാർക്കാണ് ശരിയായ ഉത്തരം. ഗംഗാ നദിയുടെ പോഷക നദി ഏതാണ്? കോസി, ഇന്ദ്രാവതി, നർമ്മദ, തുംഗഭദ്ര. ഗംഗാ നദിയുടെ പോഷക നദി ഏതാണ്? ഗംഗാ നദിയുടെ പോഷക നദിയാണ് കോസി. കോസിയാണ് ഗംഗാ നദിയുടെ പോഷക നദി. റിയാൽ ഏത് രാജ്യത്തെ നാണയമാണ്? റഷ്യ, ഇറ്റലി, ഇറാൻ, ജർമ്മനി. ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് റിയാൽ? ഇറാൻ്റെ നാണയമാണ് റിയാൽ. റിയാൽ ഏത് രാജ്യത്തെ നാണയമാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ, ഹൃദയം, വൃക്ക, ചെറുകുടൽ. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരളാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? വീർഭൂമി, രാജ്ഘട്ട്, വിജയ്ഘട്ട്, ശഗതിസ്ഥൽ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വിജയ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? യൂറോപ്പിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത്? ആൽപ്സ് കുന്നുകൾ, കിളിമഞ്ചാരോ, ഹിമാലയം, ആരവല്ലി. യൂറോപ്പിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ആൽപ്സ് കുന്നുകൾ. ചോളത്തിൻ്റെ ജന്മദേശം എവിടെ? മെക്സിക്കോ, അമേരിക്ക, ആഫ്രിക്ക, ഇംഗ്ലണ്ട്. മെക്സിക്കോ ആണ് ശരിയായ ഉത്തരം. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവാര്? അഗസ്ത്യ മഹർഷി, ബൃഹസ്പതി, കപിലമുനി, ജൈമിനി മഹർഷി. സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലമുനിയാണ്. ദിവസേനയുള്ള കരളിൻ്റെ പിത്തരസത്തിൻ്റെ ഉൽപാദന ശേഷി എത്രയാണ്? 1 ലിറ്റർ, 1.5 ലിറ്റർ, അര ലിറ്റർ, 3/4 ലിറ്റർ. 1 ലിറ്ററാണ് ശരിയായ ഉത്തരം. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ഏത്? ജീവകങ്ങൾ, കാൽസ്യം, കൊഴുപ്പ്, ധാതുക്കൾ. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകമാണ് കാൽസ്യം. പോളിയോ രോഗികളിൽ നിന്നും രോഗം പകരുന്നത് എങ്ങനെ? രക്തം വഴി, കഫം വഴി, മലം മുഖേന, മൂത്രം മുഖേന.
മലം മുഖേനയാണ് പോളിയോ രോഗികളിൽ നിന്നും രോഗം പകരുന്നത്. എ ഗ്രൂപ്പ് രക്തമുള്ളവർക്ക് കൂടുതലായി കണ്ടുവരുന്ന രോഗം ഏത്? ഹൃദ്രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, ആമാശയ ക്യാൻസർ. ആമാശയ ക്യാൻസറാണ് ശരിയായ ഉത്തരം. ശരീരത്തിൽ പാണ്ടുണ്ടാവുന്നത് ഏതു വസ്തുവിൻ്റെ അഭാവം മൂലമാണ്? മെലാനിൻ, ലാക്രിനാൽ, യൂറോക്രോം, പ്രൊലാക്റ്റിൻ. ശരീരത്തിൽ പാണ്ടുണ്ടാവുന്നത് മെലാനിൻ എന്ന വസ്തുവിൻ്റെ അഭാവം മൂലമാണ്. സംവേദന ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമേത്? കണ്ണ്, മൂക്ക്, നാവ്, ചെവി. സംവേദന ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. മനുഷ്യനിൽ പുനർജനന ശേഷിയുള്ള ശരീരഭാഗം ഏത്? കരൾ, വൃക്ക, സിരകൾ ഇവയെല്ലാം. മനുഷ്യനിൽ പുനർജനന ശേഷിയുള്ള ശരീരഭാഗമാണ് കരൾ. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത്? മുട്ട, പാൽ, നെയ്യ്, മത്സ്യം. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം നെയ്യാണ്. രാത്രിയിൽ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പഴം ഏത്? ലിച്ചി, മധുര നാരങ്ങ, റംബൂട്ടാൻ, ആത്തച്ചക്ക. രാത്രിയിൽ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പഴമാണ് ലിച്ചിപ്പഴം. ഞണ്ടിൻ്റെ ഹൃദയം കാണപ്പെടുന്നത് എവിടെ? വയറിൽ, കാലിൽ, കയ്യിൽ, തലയിൽ. ഞണ്ടിൻ്റെ ഹൃദയം കാണപ്പെടുന്നത് അതിൻ്റെ തലയിലാണ്. മരണശേഷം നീളം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏത്? കണ്ണ്, വിരൽ, നഖം, ചെവി. മരണശേഷം നീളം കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് അവരുടെ നഖം. മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുതലായി കാണപ്പെടുന്ന സമയം ഏത്? അർദ്ധരാത്രി, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാവിലെ. മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുതലായി കാണപ്പെടുന്ന സമയം രാവിലെയാണ്. ഏറ്റവും വിഷമുള്ള സസ്യം ഏതാണ്? മുല്ല, അരളി, ഡാലിയ, ചെത്തി. ഏറ്റവും വിഷമുള്ള സസ്യമാണ് അരളി. രക്തത്തിൻ്റെ രുചി എന്താണ്? കയ്പ്, ചവർപ്പ്, ഉപ്പ്, മധുരം. രക്തത്തിൻ്റെ രുചി മധുരമാണ്. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം ഏത്? ചേന, നിലക്കടല, മത്സ്യം, കേക്ക്. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളിലൊന്നാണ് നിലക്കടല. മാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം ഏതാണ്? രാത്രിയിൽ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാവിലെ. മാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. ജനിക്കുമ്പോൾ മനുഷ്യനില്ലാത്ത എല്ല് ഏത്? കഴുത്തിലെ എല്ല്, വിരലിലെ എല്ല്, വാരിയെല്ല്, മുട്ടുചിരട്ട. ജനിക്കുമ്പോൾ മനുഷ്യന് കാണപ്പെടാത്ത എല്ലാണ് മുട്ടുചിരട്ട. ബുദ്ധിയുള്ളവർ ഇഷ്ടപ്പെടുന്ന നിറം ഏതാണ്? നീല, പച്ച, കറുപ്പ്, വെള്ള. ബുദ്ധിയുള്ളവർ കൂടുതലും ഇഷ്ടപ്പെടുന്ന നിറം കറുപ്പാണ്. ഹൈന്ദവരുടെ ജപമാലയിൽ എത്ര മുത്തുകൾ കാണപ്പെടുന്നു? 101, 105, 117, 121. ഹൈന്ദവരുടെ ജപമാലയിൽ ആകെ 101 മുത്തുകൾ കാണപ്പെടുന്നു. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദി ഏത്? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, മഹാനദി. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദികളിലൊന്നാണ് മഹാനദി. കളിമണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്ത്? അനുമോളജി, സീറ്റോളജി, സെറാമിക്സ്, ഓർണിത്തോളജി. കളിമണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സെറാമിക്സ്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ദ്രാവകം ഏതാണ്?
ഓസോൺ, രസം, സോഡാവെള്ളം, കാൽസ്യം സൾഫേറ്റ്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളതായി കാണപ്പെടുന്ന ദ്രാവകമാണ് രസം. ആന്തരാവയവങ്ങളിലുള്ള രക്തസ്രാവം തടയുന്നതിന് വേണ്ടിയുള്ള ഔഷധച്ചെടി ഏത്? കരിങ്കുറിഞ്ഞി, കൂവളം, വയമ്പ്, പുളിയാറില. രക്തസ്രാവം തടയുന്നതിന് വേണ്ടിയുള്ള ഔഷധച്ചെടികളിലൊന്നാണ് കൂവളം. പുകയിലച്ചെടിയെ ബാധിക്കുന്ന രോഗം ഏത്? മൊസൈക്ക് രോഗം, പൂപ്പൽ, റിസർപ്പ്, ന്യൂട്ടൈൽ. പുകയിലച്ചെടിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് മൊസൈക്ക് രോഗം. കറുപ്പ് ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പി, മൾബറി, കുടങ്ങൻ, രാമച്ചം. കറുപ്പ് ലഭിക്കുന്നത് പോപ്പി എന്ന സസ്യത്തിൽ നിന്നാണ്. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് ഏത്? ജിങ്കോ, മാമ്പു, കൂൺ, ആടലോടകം. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്ന സസ്യമാണ് ജിങ്കോ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏത്? അഗാറിക്കസ്, ഹരിതസസ്യങ്ങൾ, ജന്തുക്കൾ, മനുഷ്യർ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഹരിതസസ്യങ്ങളാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത് എന്താണ്? കരിമ്പ്, ഗോതമ്പ്, നെല്ല്, റാഗി. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത് കരിമ്പാണ്. സൗരകുടുംബത്തിലെ ഭീമൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ, വ്യാഴം, ശനി, യുറാനസ്. സൗരകുടുംബത്തിലെ ഭീമൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ആണ് വ്യാഴം. സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം അറിയപ്പെടുന്നത് എങ്ങനെ? വായുമണ്ഡലം, സൂര്യഗോളം, ആകാശഗംഗ, ക്ഷീരപഥം. സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം അറിയപ്പെടുന്നത് ക്ഷീരപഥം എന്നാണ്. ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? 5-ാം സ്ഥാനം, 4-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 2-ാം സ്ഥാനം. ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം 5-ാം സ്ഥാനമാണ്. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ്? കാർബൺ ക്ലോറൈഡ്, നൈട്രിക് ആസിഡ്, കാർബൈഡ്, ബെൻസീൻ ക്ലോറൈഡ്. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡാണ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അമേരിക്ക, പാരീസ്, ഇംഗ്ലണ്ട്, റഷ്യ. ലോകത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ്. പരീക്ഷാ സമയങ്ങളിൽ കുട്ടികൾക്ക് നൽകാൻ പാടില്ലാത്ത ഭക്ഷണം ഏത്? കൂൾ ഡ്രിങ്ക്സ്, നൂഡിൽസ്, കളർ മിഠായി ഇവയെല്ലാം. പരീക്ഷാ സമയങ്ങളിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല. ജൈനവരുടെ പ്രാർത്ഥനാ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു? മന്ദിരം, കോവിൽ, ക്ഷേത്രം, സൃഷ്ടി. ജൈനരുടെ പ്രാർത്ഥനാ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. കൊങ്ങിണി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഏത്? ഹരിയാന, രാജസ്ഥാൻ, ആസാം, ഗോവ. കൊങ്ങിണി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ആർമി കേഡറ്റ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജയ്പൂർ, പൂന, ഡൽഹി, ഡെറാഡൂൺ. ആർമി കേഡറ്റ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരായിരുന്നു? ഓമനക്കുഞ്ഞമ്മ, ലീല സേതു, സരോജിനി നായിഡു, സീനത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മയായിരുന്നു. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? മലപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം.
സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് ചിത്രം ഏത്? ന്യൂസ് പേപ്പർ ബോയ്, നീലക്കുയിൽ, വിഗതകുമാരൻ, ചിദംബരം. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് ചിത്രമാണ് ന്യൂസ് പേപ്പർ ബോയ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത്? കാസർഗോഡ്, പാലക്കാട്, ഇടുക്കി, വയനാട്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? പറവൂർ, ചിറ്റൂർ, ഉഴവൂർ, തിരുവല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാണ്. ഇന്ത്യയിലെ പ്രഥമ കാർഷിക സെൻസസ് നടന്ന വർഷം ഏത്? 1970, 71, 72, 73, 76, 79. ഇന്ത്യയിലെ പ്രഥമ കാർഷിക സെൻസസ് നടന്നത് 1970, 71 കാലഘട്ടത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം എന്ത്? നീല, ചുവപ്പ്, പച്ച, മഞ്ഞ. ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം ചുവപ്പായിരുന്നു. കൃത്രിമ മഴ ഉണ്ടാക്കാൻ കഴിയുന്ന ലോഹം ഏത്? ചെമ്പ്, ഇരുമ്പ്, വെള്ളി, സ്വർണം. കൃത്രിമ മഴ ഉണ്ടാക്കാൻ കഴിയുന്ന ലോഹമാണ് വെള്ളി. എത്ര ഗ്രഹങ്ങളിൽ മഴവില്ല് കാണാൻ കഴിയും? 5 ഗ്രഹങ്ങളിൽ, 1 ഗ്രഹത്തിൽ, 2 ഗ്രഹങ്ങളിൽ, 3 ഗ്രഹങ്ങളിൽ. എത്ര ഗ്രഹങ്ങളിൽ മഴവില്ല് കാണാൻ കഴിയും? 1 ഗ്രഹത്തിൽ മാത്രം. കുതിർത്തു കഴിച്ചാൽ ഫലപ്രാപ്തി കൂട്ടുന്ന ഭക്ഷണം ഏത്? ബദാം, പിസ്ത, റൊട്ടി, ചോർ. കുതിർത്തു കഴിച്ചാൽ ഫലപ്രാപ്തി കൂട്ടുന്ന ഭക്ഷണമാണ് ബദാം. ടിവിയും ഫ്രിഡ്ജും ഉള്ള ജയിൽ കാണപ്പെടുന്നത് എവിടെ? ഓസ്ട്രേലിയ, നോർവേ, USA, സ്വിറ്റ്സർലാൻഡ്. ടിവിയും ഫ്രിഡ്ജും ഉള്ള ജയിൽ കാണപ്പെടുന്നത് നോർവേയിലാണ്. കാലിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സൂചന? തണുപ്പ്, വിയർപ്പ്, ചൊറി, കുരു. കാലിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സൂചനയാണ് തണുപ്പ്. കത്തിയിലെ കറ കളയാൻ ഏറ്റവും ഉത്തമമായത്? പഞ്ചസാര, അപ്പക്കാരം, തേൻ, പാൽ. കത്തിയിലെ കറ കളയാൻ ഏറ്റവും ഉത്തമമായത് അപ്പക്കാരമാണ്. സന്തോഷത്തിൻ്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴം ഏത്? മാമ്പഴം, സപ്പോട്ട, ആപ്പിൾ, വാഴപ്പഴം. സന്തോഷത്തിൻ്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴമാണ് വാഴപ്പഴം. 30 മീറ്റർ വരെ അകലെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന മൃഗം ഏത്? കാണ്ടാമൃഗം, മാൻ, പുലി, കാട്ടാന. 30 മീറ്റർ വരെ അകലെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന മൃഗമാണ് കാണ്ടാമൃഗം. നായകൾക്ക് വിയർപ്പ് അനുഭവപ്പെടുന്ന ഭാഗം ഏത്? വാൽ, കണ്ണ്, പാദം, നാവ്. നായകൾക്ക് വിയർപ്പ് അനുഭവപ്പെടുന്ന ഭാഗമാണ് പാദം. ആൻറ്റിബയോട്ടിക് മരുന്ന് ഉപയോഗിക്കുന്നവർ കഴിക്കാൻ പാടില്ലാത്തത്? കാപ്പി, ചായ, പാൽ, കേക്ക്. പാലാണ് ശരിയായ ഉത്തരം. ചീവീടിൻ്റെ ചെവിയുള്ളത് എവിടെ? വയറിൽ, തലയിൽ, കാലിൽ, ചിറകിൽ. ചീവീടിൻ്റെ ചെവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയറിലാണ്. മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് എത്ര? 12 ലിറ്റർ, 1.5 ലിറ്റർ, 5 ലിറ്റർ, 2 ലിറ്റർ. മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് 1.5 ലിറ്ററാണ്. 25,000 പല്ലുകളുള്ള ജീവി ഏത്? ആന, ഒച്ച്, ഞണ്ട്, തത്ത.
25,000 പല്ലുകളുള്ള ജീവിയാണ് ഒച്ച്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷം അടങ്ങിയ ഭാഗം ഏത്? കരൾ, നാക്ക്, ഉമിനീര്, മൂക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷം അടങ്ങിയ ഭാഗമാണ് കരൾ. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യ ഭാഷ ഏത്? ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, ജർമ്മൻ. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യ ഭാഷയാണ് റഷ്യൻ ഭാഷ. ഒറ്റ പ്രാവശ്യം മാത്രം കായ്ക്കുന്ന ചെടിയുടെ പഴം ഏത്? കൈതച്ചക്ക, സീതപ്പഴം, ഓറഞ്ച്, ആപ്പിൾ. ഒറ്റ പ്രാവശ്യം മാത്രം കായ്ക്കുന്ന ചെടിയുടെ പഴമാണ് കൈതച്ചക്ക. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏത്? സ്വർണം, ലെഡ്, സിങ്ക്, ഇരുമ്പ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ലെഡ്. വെളുത്ത നിറമുള്ള മൂർഖൻ പാമ്പുള്ള രാജ്യം ഏത്? ഇറ്റലി, നോർവേ, ഓസ്ട്രേലിയ, സ്വീഡൻ. വെളുത്ത നിറമുള്ള മൂർഖൻ പാമ്പുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. മരിച്ചവരുടെ ഏതു വസ്തു സൂക്ഷിച്ചാൽ വീട് മുടിയും? പുതപ്പ്, ചെരുപ്പ്, വാച്ച്, കണ്ണട. മരിച്ചവരുടെ ഏത് വസ്തു സൂക്ഷിച്ചാൽ വീട് മുടിയും? വാച്ച്. രക്തം എത്ര ദിവസം വരെ കേടാകാതെ നിൽക്കും? 42 ദിവസം, 15 ദിവസം, 30 ദിവസം, 10 ദിവസം. രക്തം കേടാകാതെ 42 ദിവസം വരെ സൂക്ഷിക്കാം. കടുവകൾക്ക് ഇഷ്ടമില്ലാത്ത നിറം ഏത്? ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, മഞ്ഞ. കടുവകൾക്ക് ഇഷ്ടമില്ലാത്ത നിറമാണ് ചുവപ്പ് നിറം. തൊട്ടാൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഏത്? സാൽമൺ, പഫർ, ഓസ്കാർ, ഗോൾഡ്. തൊട്ടാൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമാണ് പഫർ. ഏറ്റവും കൂടുതൽ പിരമിഡുകൾ കാണപ്പെടുന്ന രാജ്യം ഏത്? ഈജിപ്ത്, സുഡാൻ, മലേഷ്യ, സിംഗപ്പൂർ. ഏറ്റവും കൂടുതൽ പിരമിഡുകൾ കാണപ്പെടുന്ന രാജ്യമാണ് സുഡാൻ. വിഷചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമമായ പാൽ ഏത് മൃഗത്തിൻ്റെയാണ്? മുയൽ, പശു, എരുമ, ആട്. വിഷചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമമായ പാല് ആട്ടിൻപാലാണ്. ഷുഗർ കൂടിയാൽ ആദ്യം തകരാറിലാകുന്ന അവയവം ഏത്? മൂക്ക്, കണ്ണ്, നാക്ക്, ചെവി. ഷുഗർ കൂടിയാൽ ആദ്യം തകരാറിലാകുന്ന അവയവം കണ്ണാണ്. ഫാറ്റി ലിവർ ഉണ്ടായാൽ ആദ്യത്തെ ലക്ഷണം എന്ത്? വയറുവേദന, പല്ലുവേദന, ഛർദി, മുണ്ടിനീര്. ഫാറ്റി ലിവർ ഉണ്ടായാൽ ആദ്യത്തെ ലക്ഷണം വയറുവേദനയാണ്. വയറിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത്? മുട്ട, ക്യാബേജ്, പാൽ, ബീൻസ്. വയറിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ക്യാബേജ്. ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത്? മോര്, പാൽ, തേൻ, റൊട്ടി. ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത്? റൊട്ടിയാണ് ശരിയായ ഉത്തരം. കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ കുറയുന്ന രോഗം? മുണ്ടിനീര്, തലവേദന, ഛർദി, മലബന്ധം. കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ തലവേദന കുറയുന്നു. ഒച്ചിനെ ഭക്ഷിക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ഒച്ചിനെ ഭക്ഷിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഘടകം ഏത്? കൂൺ, ബീൻസ്, കടല, നാരങ്ങ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഘടകമാണ്
ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഘടകമാണ് കൂൺ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നതെങ്ങനെ? ക്രെംലിൻ, ഫ്ലീറ്റ് സ്ട്രീറ്റ്, ഡൗണിംഗ് സ്ട്രീറ്റ്, ബ്രൗൺ ഹൗസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ഡൗണിംഗ് സ്ട്രീറ്റ് എന്നാണ്. ലന്ത കൊട്ടാരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മട്ടാഞ്ചേരി, കായംകുളം, കൊല്ലം, ചെറുതുരുത്തി. ലന്തക്കൊട്ടാരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഹാലിയുടെ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 70 വർഷം, 72 വർഷം, 76 വർഷം, 80 വർഷം. ഹാലിയുടെ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് 76 വർഷം കൂടുമ്പോഴാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്ത്? കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സിങ്ക് ഓക്സൈഡ്, അമോണിയം ക്ലോറൈഡ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് എന്നാണ്. കൂരിരുട്ടിൽ കണ്ണു കാണുന്ന പക്ഷി ഏത്? ഉപ്പൻ, മൂങ്ങ, വവ്വാൽ, കുരുവി. കൂരിരുട്ടിൽ കണ്ണു കാണുന്ന പക്ഷിയാണ് മൂങ്ങ. ഇന്ത്യയും പാകിസ്ഥാനും പുനരാരംഭിച്ച ശ്രീനഗർ മുസഫറാബാദ് ബസ് സർവീസ് എത്ര വർഷത്തിനു ശേഷമാണ് പുനരാരംഭിച്ചത്? 58, 57, 55, 56. 56 വർഷത്തിന് ശേഷം. സൂര്യനിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം. സൂര്യനിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? മാങ്കുളം, കണ്ണാടി, വെള്ളനാട്, വട്ടവട. മാങ്കുളമാണ് ശരിയായ ഉത്തരം. യൂറോപ്പിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാജാറാം മോഹൻ റോയ്, സത്യേന്ദ്രനാഥ ടാഗോർ, ആചാര്യ വിനോബ ഭാവെ, സ്വാമി വിവേകാനന്ദൻ. രാജാറാം മോഹൻ റോയ് ആണ് ശരിയായ ഉത്തരം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആര്? ഇടശ്ശേരി, ഇടപ്പള്ളി, ചങ്ങമ്പുഴ, വയലാർ. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ഇടപ്പള്ളി. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. മധ്യ ഇന്ത്യയിൽ ഡെക്കാൻ പ്രദേശത്ത് ആധിപത്യം വഹിച്ചിരുന്ന രാഷ്ട്രീയ ശക്തി ഏത്? ചാലൂക്യന്മാർ, ചേരന്മാർ, പല്ലവന്മാർ, ചോളന്മാർ. ചാലൂക്യന്മാരാണ് ശരിയായ ഉത്തരം. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്നത് ഏത് രീതി ഉപയോഗിച്ചാണ്? കാന്തിക വിഭജനം, പ്ലവന പ്രക്രിയ, റോസ്റ്റിംഗ്, ലീച്ചിങ്. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് ലീച്ചിങ് എന്നാണ്. ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി. ഏത് വിറ്റമിൻ്റെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ ഇ ആണ് ശരിയായ ഉത്തരം. മരുന്ന് കൃത്യതയില്ലാതെ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത്? വൃക്ക, കരൾ, തലച്ചോർ, ഹൃദയം. മരുന്ന് കൃത്യതയില്ലാതെ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവമാണ് കരൾ. കീടനാശിനിയുടെ സവിശേഷത ഏറ്റവും കൂടുതലുള്ള സസ്യം ഏത്? മഞ്ഞൾ, തുളസി, പനിക്കൂർക്ക, ആര്യവേപ്പില. കീടനാശിനിയുടെ സവിശേഷത ഏറ്റവും കൂടുതലുള്ള സസ്യം ആര്യവേപ്പിലയാണ്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ എ. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച വിറ്റാമിനാണ് വിറ്റാമിൻ സി. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം ഏതാണ്? നീല, വെള്ള, പച്ച, മഞ്ഞ.
പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം വെള്ളയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകം ഏത്? ഖുർആൻ, ബൈബിൾ, മഹാഭാരതം, ഭഗവത്ഗീത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത പുസ്തകങ്ങളിലൊന്നാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്, സ്വർണം, ചെമ്പ്, ഇരുമ്പ്. ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹമാണ് ചെമ്പ്. അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഏതാണ്? നല്ലെണ്ണ, വെളിച്ചെണ്ണ, കടുകെണ്ണ, സൂര്യകാന്തി എണ്ണ. അമേരിക്കയിൽ നിരോധിച്ച എണ്ണയാണ് കടുകെണ്ണ. 1916 തൂക്കിലേറ്റപ്പെട്ട മൃഗം ഏതായിരുന്നു? കടുവ, പുലി, ആന, സിംഹം. 1916 തൂക്കിലേറ്റപ്പെട്ട മൃഗം ആനയായിരുന്നു. ഗുഹകളിൽ ഉപയോഗിച്ചിരുന്ന ചായയുടെ നിറം എന്തായിരുന്നു? മഞ്ഞ, വെള്ള, കാപ്പി, ചുവപ്പ്. ഗുഹകളിൽ ഉപയോഗിച്ചിരുന്ന ചായയുടെ നിറം ചുവപ്പാണ്. കണ്ണിലെ റെറ്റിനയെ സംരക്ഷിക്കുന്ന പഴം ഏത്? സ്ട്രോബെറി, റാസ്ബെറി, മൾബറി, മുന്തിരി. കണ്ണിലെ റെറ്റിനയെ സംരക്ഷിക്കുന്ന പഴം റാസ്ബെറിയാണ്. ഒരു ദിവസം എത്ര തവണ പുരുഷന് ശുക്ലം പുറത്തുവിടാൻ സാധിക്കും? 1 തവണ, 2 തവണ, 3 തവണ, എത്രയുമാകാം? ഒരു ദിവസം പുരുഷന് എത്ര സമയം വേണമെങ്കിലും ശുക്ലം പുറത്തുവിടാം. സെക്സിനോട് താൽപ്പര്യം കുറയാൻ കാരണം? സ്ട്രെസ്, വിഷമം, വികാരമില്ലായ്മ ഇവയൊന്നുമല്ല. സെക്സിനോട് താൽപ്പര്യം കുറയാനുള്ള പ്രധാന കാരണം സ്ട്രെസ്സാണ്. സെക്സ് ചെയ്യാത്ത പുരുഷ ലക്ഷണം എന്ത്? ദേഷ്യം, വെപ്രാളം, ഭയം, കാമം. സെക്സ് ചെയ്യാത്ത പുരുഷൻ്റെ ലക്ഷണം എന്ത്? വെപ്രാളമായിരിക്കും. പുരുഷന്മാർ ദീർഘകാലം സെക്സിൽ ഏർപ്പെടാതിരുന്നാൽ സംഭവിക്കുന്നത്: ലിംഗം വളയും, ബീജം കുറയും, ലിംഗം വലുതാവും, അമിത ഉത്കണ്ഠ. ദീർഘകാലം സെക്സിൽ ഏർപ്പെടാതിരുന്നാൽ അമിത ഉത്കണ്ഠ ഉണ്ടാകും. അടിവസ്ത്രം ഇടാതെ പുറത്തിറങ്ങിയാൽ ജയിലിൽ കയറ്റുന്ന രാജ്യം ഏത്? തായ്ലാൻഡ്, ക്യൂബ, റഷ്യ, മലേഷ്യ. അടിവസ്ത്രം ഇടാതെ പുറത്തിറങ്ങിയാൽ ജയിലിൽ ആകുന്ന രാജ്യമാണ് തായ്ലാൻഡ്. പുരുഷൻ്റെ ലൈംഗിക ശേഷി ഉത്തേജിപ്പിക്കുന്ന എണ്ണ ഏത്? ഒലീവ് ഓയിൽ, പാം ഓയിൽ, വെളിച്ചെണ്ണ, കടുകെണ്ണ. പുരുഷൻ്റെ ലൈംഗിക ശേഷി ഉത്തേജിപ്പിക്കുന്ന എണ്ണയാണ് കടുകെണ്ണ. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾക്ക് തോന്നുന്ന വികാരം എന്ത്? സങ്കടം, സന്തോഷം, വിശ്വാസം, കോപം. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾക്ക് തോന്നുന്ന വികാരം വിശ്വാസമായിരിക്കും. പുരുഷ ബീജം കുറയ്ക്കുന്ന വസ്ത്രം ഏത്? ജീൻസ്, ലുങ്കി, ട്രൗസർ, അടിവസ്ത്രം. പുരുഷൻ്റെ ബീജം കുറയ്ക്കുന്ന വസ്ത്രമാണ് അടിവസ്ത്രം. മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീകളുമായി സെക്സ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്കുണ്ടാകുന്ന വികാരം: താൽപ്പര്യം കൂടും, താൽപ്പര്യം കുറയും, അടങ്ങാത്ത വികാരം, വികാരം കുറയും, താൽപ്പര്യം കൂടും. പുരുഷലിംഗം നീളമുള്ളവരുടെ ശരീരപ്രകൃതി എങ്ങനെയുള്ളതായിരിക്കും? തടിച്ചത്, മെലിഞ്ഞത്, ഉയരം കുറവ്, വലിയ വിരൽ. പുരുഷലിംഗം നീളമുള്ളവരുടെ ശരീരപ്രകൃതി മെലിഞ്ഞതായിരിക്കും. സ്വയംഭോഗം ചെയ്താൽ എത്ര ശതമാനം രതിസുഖം ഉണ്ടാക്കാൻ സാധിക്കും? 80%, 50%, 90%, 25%. സ്വയംഭോഗം ചെയ്താൽ 80% രതിസുഖം ഉണ്ടാകും. സ്ത്രീകളിൽ രതിമൂർച്ച വന്നാൽ എങ്ങനെ മനസ്സിലാക്കാം? ചുണ്ട് തടിക്കൽ, യോനി സങ്കോചം, ശബ്ദം ഉണ്ടാക്കൽ, കണ്ണടയ്ക്കൽ. സ്ത്രീകളിൽ രതിമൂർച്ച വന്നാൽ യോനി സങ്കോചം സംഭവിക്കുന്നു.
ചുംബിക്കുമ്പോൾ ലൈംഗിക വികാരം കൂടി നിൽക്കുന്ന സ്ത്രീ ശരീരഭാഗം ഏത്? യോനി, സ്തനം, ക്രിസരി, കഴുത്ത്. ചുംബിക്കുമ്പോൾ ലൈംഗിക വികാരം കൂടി നിൽക്കുന്ന സ്ത്രീഭാഗമാണ് യോനി. ആഗ്രഹമുണ്ടായിട്ടും ഒറാൽ സെക്സിനോട് താൽപ്പര്യം ഇല്ലാത്തതിൻ്റെ കാരണം വൃത്തിയില്ലായ്മ, അമിത ഉത്കണ്ഠ, ഭയം, സ്ട്രെസ്. ഒറാൽ സെക്സിനോട് താൽപ്പര്യം ഇല്ലാത്തതിൻ്റെ കാരണം വൃത്തിയില്ലായ്മയാണ്. ഫോർപ്ലേയിൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്? യോനി തടവൽ, ലിംഗപ്രവേശം, സ്തനം തടവൽ, ചുംബനം. ഫോർപ്ലേയിൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ചുംബനമാണ്. ശരീര ദുർഗന്ധം ലൈംഗിക താൽപ്പര്യത്തെ ബാധിക്കുന്നുണ്ടോ? ലൈംഗിക താൽപ്പര്യം കുറയ്ക്കും, കൂട്ടും, ഒന്നും സംഭവിക്കില്ല, രതിമൂർച്ച കുറയ്ക്കും. ശരീര ദുർഗന്ധം ലൈംഗിക താൽപ്പര്യത്തെ കുറയ്ക്കുന്നു. സ്ത്രീകളിൽ ലൂബ്രിക്കേഷൻ വരാതിരിക്കാൻ കാരണം ഭയം ഉണ്ടാകുമ്പോൾ, താൽപ്പര്യം ഇല്ലാതിരിക്കുമ്പോൾ, സ്നേഹക്കുറവുണ്ടാകുമ്പോൾ. ഇവയെല്ലാം ലൂബ്രിക്കേഷൻ വരാതിരിക്കാനുള്ള കാരണം ഇവയെല്ലാമാണ്. സ്ത്രീകൾക്ക് ലൈംഗിക ആസക്തി കൂടി നിൽക്കുന്ന ഭാഗം ഏത്? യോനി, നിതംബം, സ്തനം, വയറ്. സ്ത്രീകൾക്ക് ലൈംഗിക ആസക്തി കൂടി നിൽക്കുന്ന ഭാഗം അവളുടെ യോനിയാണ്. സ്ത്രീകൾ ലൈംഗിക സമയത്ത് സൗണ്ട് പുറപ്പെടുവിക്കാൻ കാരണം പേടി, വികാരം, വേദന, ദേഷ്യം. സ്ത്രീകൾ ലൈംഗിക സമയത്ത് സൗണ്ട് പുറപ്പെടുവിക്കാൻ കാരണം വികാരം ഉള്ളതുകൊണ്ടാണ്. സ്തനഭംഗി നിലനിർത്താൻ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ത്? മരുന്നുപയോഗിക്കുക, ലൈംഗികതയിലേർപ്പെടുക, സ്വയംഭോഗം ചെയ്യുക, വ്യായാമം. സ്തനഭംഗി നിലനിർത്താൻ സ്ത്രീകൾ വ്യായാമം ചെയ്താൽ മതി. ലൈംഗികതയിൽ പുതുമ തോന്നാൻ ചെയ്യേണ്ടത് സംസാരം, ചുംബനം, തലോടൽ. ഇവയെല്ലാം. ലൈംഗികതയിൽ പുതുമ തോന്നാൻ ചുംബനം നടത്തുക. ബന്ധപ്പെടുമ്പോൾ എത്ര കെമിക്കലുകൾ തലച്ചോറിൽ റിലീസാകും? 80, 40, 30, 25. ബന്ധപ്പെടുമ്പോൾ 40 കെമിക്കലുകൾ തലച്ചോറിൽ നിന്ന് റിലീസാകും. ഏതു ഭാഗം തൊട്ടാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് വികാരം വരും? തുട, പൊക്കിൾ, സ്തനം, ചെവി. ഏതു ഭാഗം തൊട്ടാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് വികാരം വരും? സ്തനം. ബന്ധപ്പെട്ടതിനു ശേഷം എങ്ങനെ കിടന്നുറങ്ങുന്നതാണ് കൂടുതൽ സന്തോഷകരം? വസ്ത്രമില്ലാതെ, വസ്ത്രം ഇട്ടുകൊണ്ട്, കുളിച്ചതിനു ശേഷം, കുളിക്കുന്നതിന് മുൻപ്. ബന്ധപ്പെട്ടതിനു ശേഷം വസ്ത്രമില്ലാതെ ഉറങ്ങുന്നത് സന്തോഷകരം. ചെറുപ്പം നിലനിർത്താൻ ആഴ്ചയിൽ എത്ര തവണ ബന്ധപ്പെടുന്നതാണ് ഉത്തമം? 2-3, 3-5, 5-7, 1-5. 5 മുതൽ 7 വരെ. സെക്സ് ഇല്ലാതിരുന്നാൽ സ്ത്രീ ശരീരത്തിൽ ചെറുതാകുന്നത് യോനി, നിതംബം, സ്തനം, വയറ്. സെക്സ് ഇല്ലാതിരുന്നാൽ സ്ത്രീ ശരീരത്തിൽ ചെറുതാകുന്നത് യോനിയാണ്. പതിവായി ലൈംഗിക പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഉറക്കക്കുറവ്, സ്തനവേദന, യോനി വലുതാകും, സംതൃപ്തി, സന്തോഷം. സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും. ലൈംഗികത കൂടാതെ ഇണയെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ടത് ആലിംഗനം, ചുംബനം, ലൈംഗിക സംസാരം. ഇവയെല്ലാം. ലൈംഗികത കൂടാതെ ഇണയെ സന്തോഷിപ്പിക്കാൻ ഇവയെല്ലാം ചെയ്താൽ മതി. ഒറാൽ സെക്സ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റം ലൈംഗിക ഉണർവ്, ഉത്കണ്ഠ, ഭയം, കൂടുതൽ വികാരം. ഒറാൽ സെക്സ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റം ലൈംഗിക ഉണർവ് ഉണ്ടാകുന്നു. ബീജങ്ങളുടെ എണ്ണം കൂട്ടാൻ കഴിക്കേണ്ടത് ഉണക്കമുന്തിരി, ബദാം, നിലക്കടല, എരുമപ്പാല്. ബീജങ്ങളുടെ എണ്ണം കൂട്ടാൻ കഴിക്കേണ്ടത് ഉണക്കമുന്തിരിയാണ്.